സ്ത്രീകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ കൺഫ്യൂഷനുകളുണ്ട്. കാര്യമായി ഭക്ഷണമൊന്നും കഴിക്കാറില്ല, പക്ഷേ എന്താണെന്നറിയില്ല, ശരീരഭാരം കൂടിക്കൊണ്ടിരിക്കുന്നു. എത്ര നോക്കിയിട്ടും ശരീരഭാരം കുറയ്ക്കാൻ കഴിയുന്നില്ല. മെനോപോസിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ വളരെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മറ്റ് ചില ലക്ഷണങ്ങൾ, അതായത് ഹോട്ട് ഫ്ലാഷസും പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി പോകുന്നതല്ലാതെ തന്നെ ഒരു ബ്രെയിൻ ഫോഗിങ്, മെമ്മറി ലോസ്, ഇറിറ്റബിലിറ്റി, ഇതിനെന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? പലപ്പോഴും ഒരു അകാരണമായ ക്ഷീണം. ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നോക്കി സാധാരണ ചെയ്യുന്ന പരിശോധനകളൊക്കെ നടത്തി, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും ഒരു ഫീൽ, ടയേർഡ്നെസ്, ഒരു സ്ലഗിഷ്നെസ്. എന്താണ് ചെയ്യാൻ പറ്റുക? ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിസ്കഷനിൽ, ഈ കോൺവെർസേഷനിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ഹാർമണിയിലെ തന്നെ ന്യൂട്രീഷനിസ്റ്റും കോച്ചുമായിട്ടുള്ള അമ്പിളിയാണ്. വെൽക്കം അമ്പിളി. സ്ത്രീകളിൽ മെനോപോസ് എന്ന് പറയുന്നത് അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൻ്റെ ഒരു അവസാനമാണ്. ആൻഡ് അവിടെ കൂടുതലും സ്ത്രീകളിൽ കാണുന്നൊരു പ്രശ്നം ഈ ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവുക, അതേപോലെ അവരുടെ പീരീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ഞാൻ ഹാർമണിയിൽ ജോയിൻ ചെയ്ത് ഇത്രയും ക്ലയൻസിനെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കോമൺ ആയിട്ടുള്ള കാര്യം, ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ഇതിനപ്പുറം, അതായത് ഹോട്ട് ഫ്ലാഷസും പീരീഡ്സ് നിൽക്കുന്നതിനും അപ്പുറം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഡോക്ടർ? എന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ? അല്ലെങ്കിൽ ഈ ഒരു ഫേസിലൂടെ പോകുന്ന സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തിൽ മാറ്റേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അമ്പിളി പറഞ്ഞ പോലെ ഒരു പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഹെൽത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അമ്പിളി പറഞ്ഞ പോലെ നമ്മൾ എൻഗേജ് ചെയ്യുന്ന ക്ലയൻസിൻ്റെ ഹെൽത്ത് നോക്കിയാൽ, മെനോപോസ് എന്നല്ല, പെരിമെനോപോസ് മതി. ഒരു പെരിമെനോപോസ് എനിക്ക് തോന്നുന്നൊരു 35-40 വയസ്സ് മുതലേ സ്ത്രീകളിൽ ഹോർമോണൽ സംബന്ധമായിട്ടുള്ള പതുക്കെ വ്യത്യാസം കണ്ടു തുടങ്ങും. അവിടെ നിന്ന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മെനോപോസ് എത്തുന്നതും അതിനുശേഷമുള്ള ഫേസിലും ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഹോർമോണൽ വ്യത്യാസം, പ്രധാനമായിട്ടും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ, പിന്നെ മറ്റ് പല ഹോർമോണുകളിലും ഉണ്ടാകുന്ന വ്യത്യാസം ശരിക്കും സ്ത്രീയെ വളരെയധികം ട്രാൻസ്ഫോം ചെയ്തിട്ട് വേറൊരു വ്യക്തിയാക്കി മാറ്റുക. അതായത് സ്ത്രീയുടെ ബയോളജി മാറുന്നു, സ്ത്രീയുടെ സൈക്കോളജി മാറുന്നു. എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ശരിക്കും നേരത്തെ ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ ആൾ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു മാറ്റം സ്ത്രീകളിലുണ്ടാവും. ഒരുപക്ഷെ ആ സ്ത്രീക്കോ സ്വയമോ അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളിക്കോ കുടുംബാംഗങ്ങൾക്കോ എന്തിന് അവരിടപഴകുന്ന സമൂഹത്തിനോ ഈ സ്ത്രീയിലുണ്ടായ ഇത്തരമൊരു മാറ്റവും ആ മാറ്റത്തിന് കാരണമായിട്ടുള്ള വിഷയങ്ങളും അതുമൂലം അവരനുഭവിക്കുന്ന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വലിയൊരു ധാരണയില്ല എന്നുള്ളത് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പ്രസക്തമായ സ്ത്രീകളുടെ ആരോഗ്യത്തിലൊരു വിഷയമാണ്. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈസ്ട്രജൻ ആണല്ലോ പ്രധാനമായിട്ടും ഈ മെനോപോസിൽ ഉണ്ടാകുന്നൊരു വ്യത്യാസം. ഈസ്ട്രജൻ ഒരു ആക്റ്റീവ് ഫോം ഈസ്ട്രഡിയോൾ എന്ന് പറയുന്നത്. ഈസ്ട്രഡിയോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലല്ലാതെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈസ്ട്രോജൻ റിസപ്റ്ററുള്ള മറ്റൊരു ഓർഗനാണ് ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൽ ഈസ്ട്രോജൻ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. ന്യൂറോൺസിലും ബ്രെയിനിലും കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. പെരിമെനോപോസിലും മെനോപോസിൻ്റെ സമയത്ത് ആക്ച്വലി ആ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് പതുക്കെ വിഡ്രോ ആണ് ചെയ്യുന്നത്. പലപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്രെയിൻ ഫോഗിങ്, അതായത് ഇങ്ങനത്തെ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത് ഭയങ്കര വേഗമായി മാറുന്നു. മാത്രമല്ല ഓർമ്മ, ശ്രദ്ധ, അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ളൊരു കോൺവെർസേഷനിൽ ഉണ്ടാവുന്ന ഒരു വെർബൽ ബ്രേക്കിംഗ്, ഇതൊക്കെ സ്ത്രീകൾ അനുഭവപ്പെടും. ഒരുപക്ഷെ സ്വയം ഞാൻ എന്താ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു സ്ത്രീകൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പഠനങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ള ബ്രെയിൻ ഇഫക്റ്റുകൾ സ്ത്രീകൾക്ക് അൽസൈമേഴ്സ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് ഉണ്ടാകുന്നത് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുന്ന വ്യത്യാസം. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ഒരുപക്ഷെ പല കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ കഴിവുള്ളതാണല്ലോ സ്ത്രീകൾ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരുന്ന പല സ്ത്രീകൾക്കും ഈ ഹോർമോണൽ ചേഞ്ചസോടെ പതുക്കെ അവരുടെ ആ കഴിവങ്ങ് നഷ്ടപ്പെടും. ശരിക്കും അവരുടെ വ്യക്തിത്വവും അവരെക്കുറിച്ചുള്ള കോൺഫിഡൻസുകളും നഷ്ടപ്പെടും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ടെസ്റ്റോസ്റ്ററോൺ. അവരുടെ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നു, കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അവരുടെ സെക്സ് ഡ്രൈവിലുണ്ടാകുന്ന വ്യത്യാസം. അതുപോലെ തന്നെ ഒരുപക്ഷെ പല ക്ലയൻസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് വെജൈനൽ ഡ്രൈനസ് ഉണ്ടാകുന്ന റെക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുന്നത് ബോണുകളിലാണ്. അതായത്
ഈസ്ട്രജൻ ഹോർമോണുകൾ ബോണുകളുടെ ഡെൻസിറ്റി, അതിൻ്റെ സാന്ദ്രതയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ ഈസ്ട്രോജൻ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ബോണുകളുടെ ഡെൻസിറ്റി കുറയുന്നു. അതുമൂലം പതുക്കെ ഓസ്റ്റിയോ പീനിയയിലോട്ടും ഓസ്റ്റിയോപെറോസിസിലോട്ടും ഉണ്ടാവുകയും പിന്നെ അത് എല്ലുകളുടെ ഒടുവിലോട്ട് വരെ എത്തിക്കും. ഇപ്പോൾ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒന്നാണ് ഹിപ്പ് ഫ്രാക്ചർ, അല്ലെങ്കിൽ കാലിലുണ്ടാകുന്നത് വളരെ ചെറിയൊരു വീഴ്ച മൂലം പോലും ഫ്രാക്ചർ ഉണ്ടായിട്ട് കിടപ്പിലാവുകയും അത് ഒരുപക്ഷെ മരണകാരണത്തിലോട്ട് വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. സോ ഹോട്ട് ഫ്ലാഷസും അതേപോലെ പീരീഡ്സ് നിൽക്കുന്നതും ഒരു മെനോപോസിൻ്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. സോ ഒരു 35 വയസ്സ് കടക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു 40ലേക്ക് എത്തുന്ന ഒരു സ്ത്രീ അവരുടെ ഹെൽത്തിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി മെനോപോസ് ഫേസിലേക്ക് എത്താൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അവർ ചെയ്യേണ്ടത് ഡോക്ടർ? ഓക്കെ, ഇതിൻ്റെ ഒരു കോർ ഗൈനക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു വെൽ ട്രെയിൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ഒരു ഗൈനക് ഇൻ്റർവെൻഷൻ അല്ലാതെ തന്നെ തീർച്ചയായിട്ടും ഇപ്പം നേരത്തെ അമ്പിളി പറഞ്ഞതുപോലെ ഒരു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഹെൽത്തി മെനോപോസിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മെനോപോസ് ഇഷ്യൂസ്, ഇപ്പം നമ്മൾ പറഞ്ഞ പലതരത്തിലുള്ള മെനോപോസ് ഇഷ്യൂസ് ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇതുപോലത്തെ നിരവധി ഇഷ്യൂസ്, ഇപ്പോൾ പറഞ്ഞ മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഒരു പക്ഷേ മറ്റുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രയോജനപ്പെട്ടേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താണ് അവരുടെ ജീവിത രീതി അതിനോട് തയ്യാറെടുക്കാൻ സാധിക്കുന്നത്, ഇതിനെങ്ങനെ നേരിടാൻ സാധിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് എക്സസൈസിൽ തന്നെയാണ് ഏറ്റവും നല്ല പ്രിപ്പറേഷൻ നടത്താൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചു, എക്സസൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേശികളെ സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. സ്ത്രീകളുടെ മെനോപോസോട് ബന്ധപ്പെട്ട് വരുന്ന ഈ പ്രോബ്ലത്തിനെല്ലാം കൂടെ നമ്മൾ വിളിക്കുന്നത് മസ്കുലോ സ്കെലിറ്റൽ സിൻഡ്രോം എന്നാണ്. അത് പേശികളെയും നമ്മളുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിനെയും നമ്മുടെ അസ്ഥികളെയും ബാധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതിപ്പം നീ പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലിൽ വരുന്ന പെയിൻ ആയിരിക്കാം, സ്പൈൻ റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം, നേരത്തെ പറഞ്ഞ ഹിപ്പ് ഫ്രാക്ചർ ആയിരിക്കാം, കാലിലെ ഫ്രാക്ചർ ആയിരിക്കാം, അതുമൂലമുണ്ടാകുന്ന പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബെഡ് റിഡൻ കണ്ടീഷൻസ് ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് മസ്കുലോ സ്കെലിറ്റൽ സിൻഡ്രോമാണ്. അവിടെ ഏറ്റവും നല്ല മരുന്ന് മസിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് തന്നെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീ പഠിച്ചിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട എക്സസൈസ് ഏതാണെന്ന് ചോദിച്ചാൽ 1 സ്ക്വാട്ട്, ഓക്കെ, 2 ഡെഡ് ലിഫ്റ്റ്, 3 ബെഞ്ച് പ്രസ്. ഓക്കെ, ഇത് 3ഉം എൻ്റെ റെക്കമെൻഡേഷൻ ഇതെല്ലാം കോമ്പൗണ്ട് ആയിട്ടുള്ള മസിൽ മൂവ്മെൻറ്റാണ്. അതായത് ശരീരത്തിലെ പല പേശികളെയും പല ജോയിൻസുകളെയും ഒക്കെ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള 3 എക്സസൈസാണ്. സ്ത്രീകൾ ഇത് പഠിക്കണം. അതായത് ലേൺ ഹൗ ടു ഡു ദീസ് 3 മൂവ്മെൻറ്റ്സ് പ്രോപ്പർലി. ശാസ്ത്രീയമായിട്ട് ഇത് എങ്ങനെ ചെയ്യണമെന്ന് ആദ്യം പഠിക്കാം. പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ വെയ്റ്റ്സ് പതുക്കെ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് അതായത് കൂട്ടിയിട്ട് പതുക്കെ നല്ല ഇതങ്ങ് ചെയ്യാം. അപ്പോൾ ഈ 3 എക്സസൈസിൽ കൂടെ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഇമ്പാക്റ്റ് മസിൽസിലോട്ട് നല്ല റെസിസ്റ്റൻസ് കൊടുക്കും. അപ്പോൾ പേശികൾ ബിൽഡാവും. പേശികൾ ബിൽഡാകുമ്പോൾ തന്നെ സാധാരണ മെനോപോസോട് ബന്ധപ്പെട്ട് വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വെയിറ്റ് ഗെയിൻ. അപ്പോൾ പേശികൾ കൂടുമ്പോഴത്തേക്ക് വെയിറ്റ് ഗെയിൻ എഫക്റ്റ് ചെയ്യാൻ നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് പേശികളിൽ കൊടുക്കുന്ന സ്ട്രെസ്സ്, ആ സ്ട്രെസ്സ് സിഗ്നലുകളായിട്ട് ബോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇത് ബോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോണിൽ പ്രോപ്പറായിട്ടുള്ള മിനറൽ റീമിനറലൈസേഷനെ ഹെൽപ്പ് ചെയ്ത് ബോണിൻ്റെ സ്ട്രെങ്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനങ്ങൾ ഈ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു മസിൽ സെൻട്രിക് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ് അടങ്ങുന്ന കോമ്പൗണ്ടഡ് മസിൽ മൂവ്മെൻറ്റുകൾ അടങ്ങുന്ന ഒരു എക്സസൈസ് കൂടി അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 3 to 4 days എങ്കിലും ഒരു മെനോപോസിൽ വരുന്ന സ്ത്രീകൾ നിർബന്ധമായിട്ടും പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഡയറ്റിൽ കൊടുക്കേണ്ട വലിയൊരു ഫോക്കസാണ്. ഒരുപക്ഷെ മറ്റ് പൊതുവായ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പോലെ തന്നെ നല്ല ലീഫി ഗ്രീൻസ്, ഇലക്കറികൾ, പച്ചക്കറികൾ, കുറച്ച് അധികം മധുരമില്ലാത്ത പഴങ്ങൾ, അതുപോലെ വളരെ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ് omega-3 കണ്ടെയ്നിങ് ഫുഡ്സ്. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. omega-3 കണ്ടെയ്നിങ് ഫുഡ്സുകളാവാം, അപ്പോൾ വാൾനട്ട്സ് ആവാം, ഫിഷ് ആവാം, എഗ് ആവാം, അത്തരത്തിലുള്ള കൂടുതൽ നല്ല പ്രോട്ടീനുകളും നല്ല ഫൈബറുകളും നല്ല വെജിറ്റബിൾസും നല്ല ലീവ്സും ഒക്കെ അടങ്ങുന്ന നല്ലൊരു ഹോൾസം ആയിട്ടുള്ളൊരു ഭക്ഷണക്രമത്തിലോട്ടൊന്ന് മൂവ് ചെയ്യാം. പലപ്പോഴും സ്ത്രീകൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് ഒരു കുടുംബജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് അവരുടെ തന്നെ ഉറക്കമാണ്. പക്ഷേ
ഈ പെരിമെനോപോസ് മെനോപോസ് സ്ത്രീകളെ സംബന്ധിച്ച് ചലഞ്ചിങ് ആവാൻ സാധ്യതയുള്ള ഉറക്കമാണ്. കാരണം ഈ ഹോർമോണൽ ചേഞ്ചസ് അവരുടെ സ്ലീപ്പിൻ്റെ സൈക്കിളിനെയും സ്ലീപ്പിൻ്റെ ഒരു ഋതത്തിനെയൊക്കെ ബാധിക്കും. സോ അവിടെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള എഫേർട്ട്, ഒരു 7 to 8 hours സ്ലീപ്പ് ഒരു ഹെൽത്ത് റിസ്റ്റോർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതശൈലി, ഒരു ക്രമീകരണം, മേ ബി ഒരു 9 മണി 10 മണിയാകുമ്പോൾ തന്നെ ഉറങ്ങണം എന്നുള്ളൊരു ശീലം ഉണ്ടാകും. കാരണം പലപ്പോഴും സ്ത്രീകൾക്ക് നേരത്തെ എണീക്കേണ്ടി വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ അവരുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് സപ്പോർട്ടാണ്. കാരണം പലപ്പോഴും സ്വയം സ്ത്രീകൾക്കറിയാം അവരുടെ ഇറിറ്റബിലിറ്റി, അല്ലേ, മൂഡ് സ്വിങ്സിലുണ്ടാകുന്ന വ്യത്യാസം, ഓർമ്മയിലുണ്ടാകുന്ന വ്യത്യാസം, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു മേ ബി ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുന്നതിൽ പോലും ഒരു തെറ്റില്ല. കാരണം യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ സൈക്കോളജിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ജേർണലിംഗ് ആവാം, അല്ലെങ്കിൽ തോട്ട് റെക്കോർഡിംഗ് ആവാം, ബ്രീത്തിങ് എക്സസൈസ് ആവാം, മേ ബി ഈവൻ മെഡിറ്റേഷൻ പോലുള്ള പ്രോഗ്രാമുകൾ, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഷീ ഗോസ് ത്രൂ എ ഹെൽ ഓഫ് ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അതൊരു സ്ത്രീകൾ സ്വയം വിചാരിച്ചാൽ ചിലപ്പോൾ നടപ്പിലാക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു പാർട്ട്ണർക്ക്, ഒരു ഹസ്ബൻഡിനോ മക്കൾക്കോ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ ഷീ ഷുഡ് ബി ഓപ്പൺ ടു ടേക്ക് ദീസ് കൈൻഡ് ഓഫ് പ്രൊഫഷണൽ സപ്പോർട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ആണ്. ഓഫ് കോഴ്സ് ഡയറ്റിൽ കൂടെയാണ് എല്ലാ ന്യൂട്രിയൻസും കിട്ടേണ്ടത്. പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇന്നത്തെ ഒരു കറണ്ട് മോഡേൺ ഫുഡ് സിസ്റ്റത്തിൽ കൂടെ എല്ലാ ന്യൂട്രിയൻസും ഈ പറയുന്ന സമയത്ത് കിട്ടണമെന്നില്ല, മെനോപോസിൻ്റെ സമയത്ത് കിട്ടണമെന്നില്ല. ഇത് വലിയൊരു ടോപ്പിക്കാണ്. എന്തായാലും ചുരുക്കി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ഞാൻ പറയാം. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മുടെ ഫങ്ഷണൽ എക്സ്പീരിയൻസ് ആണ്. ഒന്ന് മെഗ്നീഷ്യം, ബി വൈറ്റമിൻസ്, പ്രോട്ടീൻ, ഡെഫിനറ്റ്ലി പ്രോട്ടീൻ. കാരണം അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പം നല്ലൊരു സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്, ഒമേഗ 3 സപ്ലിമെൻറ്റ്സ്. അതുപോലെ തീർച്ചയായിട്ടും സ്ത്രീ അറിഞ്ഞിരിക്കുന്ന ഒന്നാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ്. പലപ്പോഴും ക്രിയാറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് പിന്നെ ഫിറ്റ്നസ് സെൻറ്റേഴ്സിൽ മാത്രം. പക്ഷേ മസിൽസിൻ്റെ ഹെൽത്തിന് ക്രിയാറ്റിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ക്രിയാറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓർഗൻ ഹ്യൂമൻ ബോഡിയിലുണ്ട്, അത് ബ്രെയിനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മെനോപോസോട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബയോളജിക്കൽ ആൻഡ് ന്യൂറോ കെമിക്കൽ ചേഞ്ചസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ക്രിയാറ്റിൻ ഹെൽപ്പാണ്. വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ കാൽഷ്യം, മെഗ്നീഷ്യം, വൈറ്റമിൻ കെ റിലേറ്റഡ് സപ്ലിമെൻറ്റ്സ്, അതുപോലെ തന്നെ ഫൈബർ. അപ്പോൾ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു തുടങ്ങാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീയെ സംബന്ധിച്ച് നന്നായിട്ട് മെനോപോസിനെയും പെരിമെനോപോസിനെയും മെനോപോസിനെ അഡ്രസ്സ് ചെയ്യാനും അതിൻ്റെ ആ ഒരു പ്രോസസ്സിൽ കൂടി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ബയോളജിക്കലിയും ഇമോഷണലിയും കൊഗ്നിറ്റീവിലും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് മാറാനായിട്ട് ഇത് സഹായിക്കും.